എല്ലാവർക്കും മുട്ട സ്ക്രാമ്പിൾ ചെയ്യാനും ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ അറിയാം. പക്ഷെ ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടി പറയുകയാണ് കേട്ടോ. ഈ രാജ്യത്തിൻ്റെ വെളിയിലൊക്കെ പോയിരുന്ന് ഓരോന്നുണ്ടാക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് നന്നായിട്ട് ക്രീമി ആയിട്ട് എങ്ങനെയാണ് മുട്ട സ്ക്രാമ്പിൾ ചെയ്യണത് എന്ന് ഞാനൊന്ന് കാണിക്കാം. ബേസിക് ആയിട്ടുള്ളതാണ് കാണിക്കണേ. ഇതിൽ ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. ഹൗ ടു മേക്ക് എ ബേസിക് എഗ് സ്ക്രാമ്പിൾ, വെരി ടേസ്റ്റി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാല്, മുട്ട അടിക്കാൻ ഒരു പാത്രം, 2 മുട്ട, 1 ടീസ്പൂൺ ബട്ടർ, കുറച്ച് പെപ്പർ ആൻഡ് സോൾട്ട് ആണെന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ഈ മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കാൻ പോകണം. രണ്ട് മുട്ട വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിക്കുക. ഇത് നല്ലൊരു എക്സസൈസാണ്, നമ്മുടെ കയ്യിനും എല്ലാറ്റിനും നല്ലൊരു എക്സസൈസാണ്. ഈ അടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ ഈ പാനിനെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് വേണം മുട്ട നന്നായിട്ടൊന്ന് അടിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ് ബട്ടർ. 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യണം കേട്ടോ, നന്നായിരിക്കും. 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്തു. ഈ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ചെയ്യുമ്പോൾ, ബട്ടറിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ, അതും പറയാം ഞാനിത്. പിന്നെ ഇതുണ്ടാക്കുന്ന സമയത്ത് വളരെ മീഡിയം ഹൈ ഹീറ്റിൽ വയ്ക്കാണ്ട് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഒഴിക്കുക. പെട്ടെന്നൊന്ന് ഇളക്കണം കേട്ടോ. പെട്ടെന്ന് ഇളക്കിയിട്ട് ഇത് ഒരുപാട് നേരം ഹൈ ഹീറ്റിലിട്ടിട്ട് കുക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ കാണിക്കുന്നത് നോക്കോളൂ. ക്രീമി ആയിട്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക കേട്ടോ. ഒരുപാട് അതിന് ഹാർഡാക്കരുത്. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പാൻ ഓഫ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നല്ല ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക. ആ സമയത്ത് ബട്ടറിൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പിടുന്നത് സൂക്ഷിക്കുക. എന്നിട്ട് നല്ലോണം പെപ്പർ പൗഡർ ഇടുക. എന്നിട്ട് ഇതിനെ അപ്പം തന്നെ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് വളരെ നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. ഒരുപാട് നേരം പിന്നെ അത് പാനിലേക്ക് അങ്ങനെ വെക്കരുത്. ഞാൻ അതേ മുട്ട അടിച്ച പാത്രത്തിലേക്ക് തന്നെ ഇതിനെ ഇടുകയാണ്. കണ്ടോളൂ, ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് പാൽ അതിൽ ഒഴിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വളരെ ഗംഭീരം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഫ്രണ്ട്സ്, ഇപ്പോൾ നോക്കിക്കോളൂ എൻ്റെ മുട്ട സ്ക്രാമ്പിൾഡ്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി കുരുമുളക് ഇതങ്ങനെ വെറുതെ. ഇനിയിപ്പോൾ ഇത് തിന്നു നോക്കൂ, ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ബേസിക്. ഇതിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബട്ട് ദിസ് ഇസ് എ ബേസിക് സ്ക്രാമ്പിൾഡ് എഗ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തന്നു മാത്രം.